Hi all, ഞാൻ നിവാസ് ക്യൂറി അക്കാഡമിയിൽ ഫിസിക്സ് അധ്യാപകനാണ്. അപ്പം ഞങ്ങളിവിടെ ഒരു സീരീസ് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. JEE NEET എഴുതുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫിസിക്സിലെ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം, ഈസി ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഒരു സീരീസ് ഓഫ് ക്ലാസ്സസ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഓരോ വീഡിയോയിലും ഒരു പ്രോബ്ലം വെച്ച് സോൾവ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് പഠിച്ചാൽ ഒരു കൊല്ലം കൊണ്ട് തീർച്ചയായും നിങ്ങളൊരു 300 പ്രോബ്ലം എങ്കിലും സോൾവ് ചെയ്യും. If you can solve the 300 problems in JEE ലെവൽ അല്ലെങ്കിൽ നീറ്റ് ലെവലുള്ള 300 ചോദ്യങ്ങൾ ഫിസിക്സിലെ 300 പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ JEE കിട്ടും. അപ്പോൾ ആ നല്ലൊരു സ്കോറിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. So let us start the problem. A fish is being pulled upward out of the water using a fishing line that breaks when the tension reaches 180 Newton. The string breaks when the acceleration of the fish is observed to be 12.2 meter per second square. What is the mass of the fish? So before we solve this problem solve ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജനറലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫിസിക്സിലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചോദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഫോക്കസ്ഡ് ആയിട്ട് ചോദ്യം വായിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ചോദ്യം കൃത്യമായിട്ട് മനസ്സിലായാൽ നമുക്ക് എന്ത് വരും? നമുക്ക് ഒരു ഡയഗ്രാം മനസ്സിൽ വരും. സോ ഇഫ് വി ക്യാൻ ഡ്രോ എ ഡയഗ്രാം related with the problem, that means half job is done. ഇങ്ങനെ ഒരു ഡയഗ്രാം, ഏതൊരു ചോദ്യവും നമുക്ക് ചോദ്യത്തിനെ കുറിച്ച് ഒരു ഡയഗ്രാം നമുക്ക് മനസ്സിൽ വന്നു എന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ചോദ്യം ശരിക്കും മനസ്സിലായി എന്ന് തന്നെയാണ് അർത്ഥം. സോ ഈ ചോദ്യം നോക്കാം. ഇവിടെ we have a fishing rod, a fishing line in a fishing rod. A fish is attached to the bottom end of the fishing line. അല്ലെ, മീൻ ഫിഷിംഗ് ലൈനിന്റെ ഹുക്കിൽ പെട്ടിരിക്കുകയാണ്. ആൻഡ് വി ആർ പുള്ളിങ് അപ്പ് ദിസ് ഫിഷ് ഫ്രം ദ വാട്ടർ. ഇവിടെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ്? ദ ബ്രേക്കിംഗ് ടെൻഷൻ ഓഫ് ദ ഫിഷിംഗ് ലൈൻ ഈസ് 180 ന്യൂട്ടൺ. അത് തന്നിട്ടുണ്ട്. ആ സമയത്ത്, അതായത് ബ്രേക്കിംഗ് ടൈമിൽ ഉള്ള ആക്സിലറേഷനും തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ ഓഫ് ദ ഫിഷ് ഈസ് ഒബ്സർവ്ഡ് ടു ബി 12.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ രണ്ട് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. സോ ദേ ആർ ആസ്കിങ് us to find the mass of the fish. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ആദ്യം നമുക്ക് ചെയ്യേണ്ടത് we need to use free body diagram അല്ലെ. സോ ഫ്രീ ബോഡി ഡയഗ്രാം എന്താണെന്ന് നേരത്തെ ഞങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we are considering this fish as a point object and we will represent all the forces acting on it. ഈ ഫിഷിനെ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ജസ്റ്റ് അതിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് മാത്രം നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. വി ഹാവ് ഫിഷ്, then the tension due to the fishing line which is holding the fish, അല്ലെങ്കിൽ which is pulling the fish upwards. Then naturally we have the mass of the fish. Mass of the fish is mg. Always mass of the fish is always towards the ground, towards the earth. So അത് താഴേക്കായിരിക്കും. ഇവിടെ ഫിഷിനെ നമ്മൾ പുൾ ചെയ്യുന്നതുകൊണ്ട് so the tension is towards upwards. So the movement of the fish happens because of the difference in tension and weight. ഈ വെയിറ്റും ടെൻഷനും തമ്മിലുള്ള ഡിഫറൻസിനനുസരിച്ചാണ് ഫിഷിന്റെ മൂവ്മെന്റ്. വെയിറ്റ് കൂടുതലാണ്, ടെൻഷൻ കുറവാണെങ്കിൽ ഫിഷ് എന്തായിരിക്കും? താഴേക്കാവും മൂവ് ചെയ്യുക. But here the tension is pulling the fish upwards, so tension is higher than the mass of the fish, so it is going upwards. So that the fish is going upwards with an acceleration, resultant acceleration. So നമ്മൾ equation of motion എങ്ങനെ എഴുതും? യൂസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഉപയോഗിച്ചിട്ട് we can use second law of Newton. So the total force is equal to mass times acceleration. Here m is the mass of the fish and a is the acceleration of the fish.
So the tension in the string minus ഉപയോഗിക്കുന്നതിന് കാരണമുണ്ട്. Tension is upwards and mg, the weight of the fish, is downwards. So we are subtracting the difference between T and mg. T minus mg is equal to mass times acceleration. അല്ലേ? ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? T is equal to m a plus mg. അല്ലേ? ഇവിടെ m common ആയിട്ടുണ്ട്, so we can take it out. So we can write it as tension T is equal to m times g plus a. ഇതിൽ നിന്നും mass of the fish m is equal to T divided by g plus a. We can substitute the values for T, G and A. That is, mass of the fish m is equal to 180 divided by 9.8 plus 12.2. So if we solve this, we will get m is equal to 8.2 kilogram. So the mass of the fish in this question is 8.2 kilogram.